തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ഫുട്പാത്തിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് പതിവായിട്ടും ക്രോസ് ബാരിയർ സ്ഥാപിക്കാതെ അധികൃതർ. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ കാർ ഇടിച്ചു പരിക്കേറ്റ ബൈക്ക് യാത്രികന്റെ കാലിന് ഒരു ഭാഗം തെറിച്ചു വീണത് സമീപത്തെ സെമിത്തേരിയിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ടുപേരുടെ ജീവനെടുത്ത അപകടത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് മുക്തനായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജനറൽ ആശുപത്രിക്ക് മുൻപിലുള്ള റോഡിൻ്റെ ഫുട്പാത്തിലാണ്. ഈ ഫുട്പാത്തിൻ്റെ ഒരു പ്രത്യേകത, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമിത വേഗതയിലെത്തിയ ഒരു വാഹനം, ഒരു കാറ് ഈ ഫുട്പാത്തിൻ്റെ കുറുകെ ഉണ്ടായിരുന്ന ക്രോസ് ബാരിയർ തകർത്തുകൊണ്ട് ഇവിടേക്ക് ഇടിച്ചു കയറി 5 പേർ ആ അപകടത്തിൽപ്പെടുകയും അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 3 പേർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനറൽ ആശുപത്രിക്ക് സമീപത്ത് തന്നെ ഫുട്പാത്തിലേക്ക് മറ്റൊരു വാഹനം ഇടിച്ചു കയറി ഒരു ബൈക്കിൽ തട്ടി ആ ബൈക്ക് യാത്രക്കാരൻ്റെ ഒരു കാലറ്റ് തെറിച്ച് മറ്റൊരു സമീപത്തുണ്ടായിരുന്ന പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് വീഴുന്ന ഞെട്ടൽ ഒഴിവാക്കുന്ന സാഹചര്യം ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത്. ഇങ്ങനെ തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഫുട്പാത്തിൽ മതിയായ സുരക്ഷ ഒരുക്കാൻ ഈ അപകടത്തിന് ശേഷം ഒരു ക്രോസ് ബാരിയർ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ഞെട്ടൽ ഒഴിവാക്കുന്ന കാര്യം. ആദ്യമുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയ ഓട്ടോ ഡ്രൈവർ കുമാർ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ആരോഗ്യം ഇപ്പോൾ? കൂടെ നടുവേദനയൊക്കെ ഉണ്ട്. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് ഇവിടെ നമ്മൾ ഇങ്ങനെ 3 പേർ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, ഡ്രൈവർമാർ നിന്നപ്പോൾ ഒരു പെൺകൊച്ചും ഒരു പയ്യനും കൂടി ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു വരുന്നു. കാർ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു മുമ്പേ കാർ അവിടെ ആഴ്ച കീറിഞ്ഞു വന്നു. സെക്കൻഡ് ഉടനെ ഞാനങ്ങ് തെറിച്ചു പോയി. എന്നെ പിടിച്ചോണ്ട് പോയ ഈ ലോട്ടറിക്കാരനാണ് പിടിച്ചോണ്ട് പോയത്. ഞാൻ തെറിച്ച് വീണ് മറ്റേ 2 പേരും ഭയങ്കര മുറിവും കാര്യങ്ങളായിട്ട് ജനറൽ ആശുപത്രി കൊണ്ടു. അവിടെ നിന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ വിട്ട ഉടൻ തന്നെ അവിടെ ഒരാഴ്ച കിടന്നു ആ പയ്യൻ പിന്നെ അങ്ങ് മരിച്ചു. പിന്നെ ഒരു ഡ്രൈവർ ഇപ്പം കാട്ടാക്കടയാണ് കിടക്കുന്നത്. അത് ഒരു തലച്ചോറിനൊക്കെ പ്രശ്നങ്ങളായി ഓപ്പറേഷൻ ചെയ്ത് 3 ഓപ്പറേഷൻ ചെയ്ത് ഇപ്പം പിന്നെ ഇവിടെ കാട്ടാക്കട കിടക്കണം. നമ്മൾ കൂടെ എനിക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ചതവായിപ്പോയി. എനിക്ക് തിരിയാനും വയ്യ, പിടിക്കാനും വയ്യ. അവസാനം ഞാൻ നേരെ 6 കോളേജിൽ കൊണ്ടുവന്ന് തടവാൻ വേണ്ടി 60 ദിവസം ഞാൻ കിടന്നു. അത് എനിക്കിപ്പോഴും വണ്ടി ഓടാനൊന്നും പറ്റില്ല. കാര്യം എനിക്കിപ്പോഴും സൈഡൊക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ കൂടെ പോകണമെന്ന് 6 കോളേജിലേ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നത്. എനിക്കാണ് ഈ വണ്ടി ഇപ്പോൾ പഴയ കണക്ക് ഇരുന്ന് ഓടാനും വയ്യ. ഞാൻ തെന്നിയും തെറിച്ചൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വരണം. കഴിഞ്ഞ ദിവസം മറ്റൊരു അപകടം ഉണ്ടായിരുന്നു. പാറ്റൂര പള്ളി അവിടെ വെച്ച്. അവിടെ ഇതേപോലെയാണെന്ന് ഞാൻ കണ്ടില്ല, ഞാൻ ടി വി കൂടെ കണ്ടപ്പോൾ ഞാൻ അറിയുന്നു. ഓക്കെ, എന്തായാലും ആ ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോഴും ഓട്ടോ ഡ്രൈവർമാരിൽ ഒരാൾ കാട്ടാക്കടയിൽ ചികിത്സയിൽ തുടരുകയാണ്. തലയ്ക്കാണ് മാരകമായി പരിക്കേറ്റത്. തലയിൽ തലച്ചോറിൽ ക്ഷതമേറ്റതിനെ തുടർന്ന് ഇപ്പോഴും അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഈ വാർത്ത അന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. ഈ വാഹനം പാഞ്ഞു കയറുന്ന ദൃശ്യങ്ങളൊക്കെ ഞെട്ടലോടെയാണെന്ന് കേരളം കണ്ടത്. പക്ഷേ മാസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ഇവിടെ ഇപ്പോഴും ഒരു ക്രോസ് ബാരിയർ സ്ഥാപിക്കാൻ നമ്മുടെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ആശങ്ക ഉണർത്തുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വകുപ്പുകളുടെ അനാസ്ഥ മൂലം ഈ ക്രോസ് ബാരിയർ സ്ഥാപിക്കുന്നത് ഇപ്പോഴും ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.